2017 ശാസ്ത്രജ്ഞർ ഒരു വിചിത്ര വസ്തുവിനെ കണ്ടെത്തി. ആദ്യം കണ്ടപ്പോൾ ഇത് സാധാരണ ആസ്ട്രോയിഡ് ആണെന്ന് കരുതി. പക്ഷേ പിന്നീട് കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് ഇത് ആസ്ട്രോയിഡ് പോലുമല്ല, എന്തിന് കോമറ്റ് പോലുമല്ല, അതിൻ്റെ ചലനം പോലും സാധാരണമായിരുന്നില്ല. അപ്പോൾ ചോദ്യമൊന്നു മാത്രം, ഇത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ വസ്തുവിൻ്റെ പേര് ഓ മുവാമുവ എന്നാണ്. ഹവായൻ ഭാഷയിൽ ഈ പേരിൻ്റെ അർത്ഥം ദൂരത്ത് നിന്ന് വന്ന ആദ്യ സന്ദേശവാഹകൻ എന്നാണ്. ഇതിന് ആ പേര് കിട്ടാൻ കാരണവുമുണ്ട്. കാരണം ഇത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഒരു വസ്തുവല്ലായിരുന്നു. ഇത് പുറത്തു നിന്ന് വന്നതായിരുന്നു, മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ നിന്ന്. ഹവായിലെ പാൻസ്റ്റാർസ് ടെലിസ്കോപ്പ് സിസ്റ്റം ആകാശം നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ടെലിസ്കോപ്പിൻ്റെ സിസ്റ്റത്തിൻ്റെ ജോലി ആകാശത്ത് സഞ്ചരിക്കുന്ന ആസ്ട്രോയിഡ്സ് പോലുള്ള വസ്തുക്കൾ ട്രാക്ക് ചെയ്യുക. അങ്ങനെ സ്കാൻ ചെയ്യുന്നതിനിടെയാണ് ഈ ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത്. ആദ്യമായി കണ്ടപ്പോൾ ഇത് മറ്റൊരു സാധാരണ സ്പേസ് ഒബ്ജക്റ്റ് ആണെന്ന് കരുതിയിരുന്നു. പക്ഷേ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇത് വ്യത്യസ്തമാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകമായത്? ബഹിരാകാശത്തിൽ റോക്സ് പോലുള്ള വസ്തുക്കൾ സാധാരണമാണ്. ആസ്ട്രോയിഡ്സ് ഉണ്ട്, കോമറ്റുകളുണ്ട്. പക്ഷേ അവയിലധികവും നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ളവയാണ്. അവ ഇവിടെ തന്നെ രൂപപ്പെട്ടവയാണ്. പക്ഷേ ഈ വസ്തു അങ്ങനെയല്ല. ഇത് പുറത്തു നിന്ന് വന്നതാണ്, മറ്റൊരു സ്റ്റാർ സിസ്റ്റത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഇത് മനുഷ്യൻ കണ്ടെത്തിയ ആദ്യത്തെ അറിയപ്പെട്ട ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്നത്. അതായത് ഇത് നമ്മുടെ കോസ്മിക് നെയ്ബർഹുഡിലേതല്ല, ഒരു ഔട്ട്സൈഡർ ആയിരുന്നു. സയൻറ്റിസ്റ്റുമാർ ഈ ഒബ്ജക്റ്റിനെ വ്യക്തമായി ഫോട്ടോഗ്രാഫ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഇത് വളരെ ചെറുതായിരുന്നു, വളരെ ദൂരെയായിരുന്നു, വളരെ വേഗത്തിലുമായിരുന്നു. അതിനാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇമേജ് നമുക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് സയൻറ്റിസ്റ്റുമാർ കാൽക്കുലേഷൻസ് ഉപയോഗിച്ച് ഷേപ്പ് എസ്റ്റിമേറ്റ് ചെയ്തു. ചില കാൽക്കുലേഷൻസ് പ്രകാരം ഇത് വളരെ നീളമുള്ള സിഗാർ പോലെയായിരുന്നു എന്നാണ്. മറ്റ് ചില കാൽക്കുലേഷൻസ് പ്രകാരം ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള പാൻകേക്ക് പോലെയായിരിക്കാം എന്നാണ്. രണ്ടിലും കോമൺ ആയ കാര്യം ഇത് സാധാരണ സ്പേസിൽ കാണുന്ന പാറകളെ പോലെയല്ല. ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്തെന്നാൽ ഇവിടെയാണ് ശാസ്ത്രജ്ഞർ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയത്. സ്പേസിൽ സഞ്ചരിക്കുന്ന വസ്തുക്കൾ ഗ്രാവിറ്റി റൂൾസ് അനുസരിച്ച് നീങ്ങേണ്ടതാണ്. പക്ഷേ ഈ വസ്തുവിൻ്റെ മൂവ്മെൻറ്റ് പരിശോധിച്ചപ്പോൾ അത് ചെറിയ എക്സ്ട്രാ ആക്സിലറേഷൻ കാണിച്ചു. സിമ്പിളായി പറഞ്ഞാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അല്പം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ സയൻറ്റിസ്റ്റുമാർ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഇത് കോമറ്റ് ആകാമെന്ന്. കാരണം കോമറ്റുകളിൽ ഐസ് ചൂടാകുമ്പോൾ ഗ്യാസ് പുറത്തേക്ക് വരും. ആ ഗ്യാസ് ത്രസ്റ്റ് പോലെ പ്രവർത്തിച്ച് ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യും. ഇതുകൊണ്ടാണ് ചില കോമറ്റുകൾ സ്പീഡ് ചേഞ്ച് കാണിക്കുന്നത്. പക്ഷേ ഇവിടെയൊരു പ്രശ്നമുണ്ടായിരുന്നു. കോമറ്റ് ആണെങ്കിൽ ടെയിൽ കാണണം, അതായത് വാല് കാണണം. പക്ഷേ ഈ വസ്തുവിന് ടെയിൽ കണ്ടില്ല. അതോടെ എക്സ്പ്ലനേഷൻ വീണ്ടും പ്രശ്നത്തിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നേരെ ഏലിയൻസിലേക്ക് തിരിയും. ഇവിടെയാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോഡ് ചെയ്തത്. ഒരു ഹാർവാർഡ് ആസ്ട്രോണറായ ആവി ലിയോബ് ഒരു പോസിബിലിറ്റി പറഞ്ഞു. ഇത് ആർട്ടിഫിഷ്യൽ ഒബ്ജക്റ്റ് ആകാമെന്ന്. സിമ്പിളായി പറഞ്ഞാൽ ഇത് ഏലിയൻ സിവിലൈസേഷൻ ഉണ്ടാക്കിയ ഒന്നാകാമെന്ന്. ഉദാഹരണത്തിന് ലൈറ്റ് സെയിൽ പോലുള്ള ടെക്നോളജി. ഇത് പറഞ്ഞതോടെ ഹെഡ്ലൈൻസ് മാറി. ഏലിയൻ ഒബ്ജക്റ്റ്, മെസ്സേജ് ഫ്രം അനദർ സിവിലൈസേഷൻ എന്നിങ്ങനെ വലിയ ചർച്ചകൾ തുടങ്ങി. പക്ഷേ എല്ലാ സയൻറ്റിസ്റ്റും അതിൽ എഗ്രി ചെയ്തില്ല. എക്സ്ട്രാ ഓർഡിനറി ക്ലെയിമിന് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വേണം. അത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശാസ്ത്രം ഇപ്പോൾ എന്താണ് പറയുന്നത്? ഇന്നും ഇതിനൊരു ഫൈനൽ ആൻസർ ഇല്ല. തിയറികൾ മാത്രമേ ഉള്ളൂ. ചില തിയറികൾ പറയുന്നത് ഇത് അൺയൂഷ്വൽ കോമറ്റ് ആകാമെന്ന്. മറ്റു ചിലർ പറയുന്നത് ഐസ് ഫ്രാഗ്മെൻ്റ് ആയിരിക്കാമെന്ന്. മറ്റു ചിലർ പറയുന്നു നേച്ചറിൽ സംഭവിച്ച റെയർ ഒബ്ജക്റ്റ് ആയിരിക്കാമെന്ന്. പക്ഷേ ഒരു തിയറിയും എല്ലാവരെയും പൂർണ്ണമായി സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇപ്പോൾ അത് എവിടെയാണെന്ന്. ഇതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്.
ഓമുവാമുവ നമ്മുടെ സോളാർ സിസ്റ്റത്തിലൂടെ കടന്നുപോയി. നമ്മളത് ശ്രദ്ധിച്ചു, പഠിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനകം അത് വളരെ ദൂരേക്ക് പോയിരുന്നു. ഇപ്പോഴത് തിരികെ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതായത് നമ്മളൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വിസിറ്ററിനെ കണ്ടു. അതിനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് മുൻപ് അത് കടന്നുപോയി. അപ്പോൾ അവസാന ചോദ്യം, ഒരു വിചിത്ര വസ്തു മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ നിന്ന് വന്നു നമ്മുടെ സോളാർ സിസ്റ്റത്തിലൂടെ കടന്നുപോയി. ഇന്നും ശാസ്ത്രലോകത്തിന് അതിനെക്കുറിച്ച് ഉറപ്പായ ഉത്തരമില്ല. അപ്പോൾ ഓമുവാമുവ വെറും അൺയൂഷ്വൽ സ്പേസ് റോക്ക് മാത്രമായിരുന്നു? അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത മറ്റെന്തെങ്കിലുമാണോ?